ഓം നമോ വെങ്കിട്ടേശായ. നമസ്കാരം. ആത്മീകം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചൊവ്വാഴ്ച, മാത്രമല്ല അഷ്ടമി തിഥി. വൈകാശി മാസത്തിലെ ചൊവ്വാഴ്ചയും അഷ്ടമി തിഥിയും ചേർന്നു വരുന്ന ഈ ദിവസത്തിൽ മുരുക ഭഗവാനെ വഴിപാട് ചെയ്തു വന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തെല്ലാമാണ് എന്നാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത്. സുബ്രഹ്മണ്യ സ്വാമിക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു ദിവസമാണ് ചൊവ്വാഴ്ച എന്ന് പറയുന്നത്. ഈ ചൊവ്വാഴ്ച എന്ന് പറയുമ്പോൾ അങ്കാരകൻ അല്ലെങ്കിൽ ഭൂമികാരകൻ എന്നാണ് പറയുന്നത്. ചൊവ്വാഗ്രഹത്തിൻ്റെ പേരു തന്നെ ഭൂമികാരകൻ എന്നാണ്. നമ്മുടെ ഭൂമി സംബന്ധമായ പ്രശ്നങ്ങളെ തീർത്തെടുക്കുവാനും സ്വന്തമായി ഒരു വീട് ആഗ്രഹിക്കുന്നവർ വീട് കെട്ടുവാനും അതുപോലെ തന്നെ നമുക്ക് സ്ഥലമോ അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റോ അല്ലെങ്കിൽ വസ്തുവകകളോ വാങ്ങിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ സുബ്രഹ്മണ്യ സ്വാമിയെ വഴിപാട് ചെയ്ത് പ്രാർത്ഥിച്ചു വന്നാൽ മതിയെന്ന് നമ്മുടെ പല വീഡിയോകളിലൂടെയും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിനായാണ് വെറ്റില ദീപ വഴിപാട് ചെയ്യുവാനായിട്ട് പറയുന്നത്. 6 വെറ്റിലകളിൽ ഒരു നടുവിൽ ഒരു വിളക്ക് വെച്ച് നമുക്ക് ചൊവ്വാഴ്ച ചൊവ്വാഹോര സമയത്ത് മുരുക ഭഗവാനെ പ്രാർത്ഥിച്ചു വരാം. ചൊവ്വാഴ്ച ചൊവ്വാഹോര സമയത്തെക്കുറിച്ച് പല വീഡിയോകളിലൂടെയും പറഞ്ഞിട്ടുണ്ടെങ്കിലും കൂടി ഇപ്പോഴും ഒരുപാട് പേർ സംശയത്തോടെ ചോദിക്കുന്ന ഒന്നാണ് ഈ ഹോര സമയം എപ്പോഴാണ് എന്ന്. ചൊവ്വാഴ്ച രാവിലെ 6 മണി മുതൽക്ക് 7 മണി വരെയും, ഉച്ച സമയം 1 മണി മുതൽ 2 മണി വരെയും, രാത്രിയിൽ 8 മണി മുതൽ 9 മണി വരെയുമുള്ള സമയമാണ് ചൊവ്വാഹോര സമയമായി പറയപ്പെടുന്നത്. അതിനാൽ ഈ സമയത്ത് നമുക്ക് വെറ്റില ദീപ വഴിപാട് ചെയ്യാം. അതുപോലെ തന്നെ ജോലി തടസ്സങ്ങൾ ഏർപ്പെടുന്നവർ, തൊഴിലിൽ തടസ്സങ്ങൾ ഏർപ്പെടുന്നവർ, ജോലി ഒന്നും ശരിയാകുന്നില്ല, പഠിച്ച പഠിപ്പിനനുസരിച്ചുള്ള ഉദ്യോഗം ലഭിക്കുന്നില്ല, വിദേശ ജോലിക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നെല്ലാം പറഞ്ഞ് വിഷമിക്കുന്നവർ തുവരപ്പരിപ്പ് ദീപം തെളിയിച്ചാലും വളരെ നല്ല ഫലങ്ങളാണ് വന്നു ചേരുന്നത്. ഇതിൻ്റെ വീഡിയോകളെല്ലാം ഞാൻ നേരത്തെ പല വീഡിയോകളിലായിട്ട് ഇട്ട് കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ന് ഞാൻ ഇവിടെ പറയുവാൻ പോകുന്നത്, നമ്മൾ നിത്യവും വഴിപാടുകൾ ചെയ്യുന്നുണ്ട്, പൂജകൾ ചെയ്യുന്നുണ്ട്. പക്ഷെ നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ടാകും, ഭഗവാന്റെ തിരുമുന്നിൽ പോയി ഇരുന്നു കഴിഞ്ഞാൽ നമുക്ക് അഭിഷേകം ചെയ്യണം, അർച്ചനകൾ ചെയ്യണം, മംഗള ആരതി പാടണം എന്നെല്ലാം നമുക്ക് ആഗ്രഹമുണ്ടാകും. നിങ്ങൾ സ്വാഭാവികമായിട്ട് എപ്പോഴും ദീപം തെളിയിക്കാത്തവരാണെങ്കിൽ പോലും എന്നെങ്കിലും ഒരു ദിവസം, നല്ല ദിവസങ്ങളിൽ നമ്മുടെ വീട്ടിലെ പൂജാമുറി വൃത്തിയാക്കി നെയ്ദീപം തെളിയിക്കുവാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തി അതിനോടൊപ്പം തന്നെ പൂക്കൾ കൊണ്ട് അലങ്കാരം ചെയ്തുകൊണ്ട് നമ്മൾ ആ തിരുമുന്നിലൊന്ന് ഇരുന്ന് നോക്കുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ മാറ്റങ്ങൾ അനുഭവിച്ചറിയുവാൻ സാധിക്കും. അങ്ങനെയാകുമ്പോൾ നമുക്ക് പൂജകളിൽ നിന്ന് എഴുന്നേൽക്കണമെന്ന് തോന്നുകയേയില്ല. അത്രയും ഒരു പോസിറ്റീവ് എനർജി ആയിരിക്കും നമ്മളിലേക്ക് വന്നു ചേരുന്നത്. അങ്ങനെ നമ്മൾ സുബ്രഹ്മണ്യ സ്വാമിയെ വഴിപാടുകൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മന്ത്രങ്ങൾ ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ, ദീപങ്ങൾ തെളിയിക്കുമ്പോൾ ചൊല്ലേണ്ട ഒരു മംഗള ആരതി, ഞാൻ ഇവിടെ പറയുവാൻ പോകുന്ന ഈ മംഗള ആരതി എപ്പോഴും ദീപം തെളിയിക്കുന്ന സമയത്ത് നമുക്ക് ചൊല്ലാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് പൂജകളെല്ലാം കഴിഞ്ഞ് അവസാനം കർപ്പൂര ആരതിയോ അല്ലെങ്കിൽ ചിലർ നെയ്ദീപ ആരതിയോ കാണിക്കുന്ന പതിവുണ്ടാകും. അത് കാണിക്കുമ്പോഴും നമുക്ക് ഈ മംഗള ആരതി ചൊല്ലാവുന്നതാണ്. അതായത് മണിയടിച്ച് നമ്മുടെ വീട്ടിൽ നമ്മൾ എല്ലാ വഴിപാടുകളും ചെയ്യുന്ന സമയത്ത് മണിയുടെ പോസിറ്റീവ് എനർജി മുഖാന്തരം നമ്മുടെ വീട്ടിലുള്ള നെഗറ്റീവ് എനർജികൾ ഇല്ലാതായിത്തീരും. അവിടെ ഒരു ദൈവ സാന്നിധ്യം ഉണ്ടാവുന്നത് നമുക്ക് തിരിച്ചറിയുവാനും സാധിക്കുന്നതാണ്. അങ്ങനെ നിങ്ങൾ മണിയടിച്ച് കർപ്പൂര ആരതിയോ നെയ്യ് ആരതിയോ കാണിക്കുന്ന സമയത്ത് ഈ മംഗള ആരതി പാടാം. അല്ലെങ്കിൽ നെയ്ദീപം അല്ലെങ്കിൽ നമുക്ക് സാധാരണ വീടുകളിൽ തെളിയിക്കുന്ന ദീപങ്ങൾ തെളിയിക്കുന്ന സമയത്തും ഈ മംഗള ആരതി നമുക്ക് ചൊല്ലാവുന്നതാണ്. നിത്യവും നമ്മുടെ പൂജാമുറിയിൽ സുബ്രഹ്മണ്യ സ്വാമിയെ മനസ്സിൽ കരുതിക്കൊണ്ട് ഈ 4 വരി മംഗള ആരതി നമുക്ക് എന്നും ഒരു 11 പ്രാവശ്യം ചൊല്ലാവുന്നതാണ്. മംഗള ആരതി എന്ന് പറയുന്നുണ്ട്. എന്താണ് അത് എന്ന് ചോദിച്ചാൽ, ഇത് ആരാണ് എഴുതിയത് എന്ന് ചോദിച്ചാൽ നമുക്കെല്ലാവർക്കും അറിയാം, മുരുക ഭഗവാനെക്കുറിച്ച് വർണ്ണിക്കുവാൻ അരുണഗിരിനാഥർ സ്വാമികളെ കഴിഞ്ഞ് വേറെ ആരും തന്നെ ഉള്ളൂ. നമ്മുടെ വീഡിയോകളിലൂടെ പറഞ്ഞ ഒരു കാര്യമാണ് തിരുപ്പുകൾ. അരുണഗിരിനാഥർ സ്വാമികൾ നമുക്ക് തന്ന ഏറ്റവും ഒരു വലിയ വരദാനമാണ് ഈ തിരുപ്പുകൾ എന്ന് പറയുന്നത്. തിരുപ്പുകൾ നമ്മൾ ഏതൊരു വ്യക്തികൾ പാരായണം ചെയ്യുന്നുവോ അവരുടെ ജീവിതത്തിൽ അവർ ആവശ്യപ്പെട്ട കാര്യങ്ങൾ എന്താണോ അത് സുബ്രഹ്മണ്യ സ്വാമി നിറവേറ്റി തരും. ആരോഗ്യപരമായ പ്രശ്നങ്ങൾ മാറിക്കിട്ടുവാനുള്ള തിരുപ്പുകളുണ്ട്, സ്വന്തമായി വീട് വേണമെന്നുള്ളവർക്കുള്ള തിരുപ്പുകളുണ്ട്, വിവാഹ തടസ്സങ്ങൾ നേരിടുന്നവർക്ക് വേണ്ടിയുള്ള തിരുപ്പുകളുണ്ട്, ജോലി തടസ്സങ്ങൾ നേരിടുന്നവർക്കുള്ള തിരുപ്പുകളുണ്ട്. ഇങ്ങനെ ഒരു മനുഷ്യ ജീവിതത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടോ ആ പ്രശ്നങ്ങളെ മുഴുവൻ ഇല്ലാതാക്കുവാൻ സാധിക്കുന്ന തിരുപ്പുകൾ അനേകം ഉണ്ട്. അതിൽ
ഒരു തിരുപ്പുകളിൽ മംഗള ആരതിയെക്കുറിച്ച് നമ്മുടെ അരുണഗിരിനാഥർ സ്വാമികൾ വളരെ ഭംഗിയായിട്ട് വർണ്ണിക്കുന്നുണ്ട്. ആ ഒരു 4 വരിയാണ് ഞാൻ ഇപ്പോൾ ഇവിടെ പറയുവാൻ പോകുന്നത്. സുബ്രഹ്മണ്യ സ്വാമിയെക്കുറിച്ച് നമ്മൾ എപ്പോഴെല്ലാം മനസ്സിൽ ചിന്തിക്കുന്നുവോ അപ്പോഴെല്ലാം നമുക്ക് ഈ മംഗള ആരതി പാടാവുന്നതാണ്. മുരുക ഭഗവാനെ ഈ മംഗള ആരതി പാടി നമ്മൾ പ്രാർത്ഥിച്ചാൽ ഒരു പുഷ്പാർച്ചന ചെയ്ത ഫലം നമ്മളിലേക്ക് വന്നു ചേരും. നമ്മൾ എങ്ങനെയാണോ ക്ഷേത്രത്തിലെല്ലാം അഭിഷേകങ്ങളും അർച്ചനകളും ചെയ്താൽ കോടി ഫലം ലഭിക്കുന്നത്, ആ ഫലമായിരിക്കും നമ്മളെ തേടി വരുന്നത്. അതിനാൽ തന്നെ ഈ ഒരു മംഗള ആരതി എല്ലാവർക്കും പൂജാമുറിയിൽ ഇരുന്നു കൊണ്ട് പാടാവുന്നതാണ്. ആ 4 വരി ഞാൻ ഇവിടെ കൊടുക്കാം. ദീപമംഗള ജ്യോതി നമോ നമ, തൂയ അമ്പല ലീല നമോ നമ, ദേവകുഞ്ചരി പാക നമോ നമ, അരുൾ താരായ്. ദീപമംഗള ജ്യോതി നമോ നമ, തൂയ അമ്പല ലീല നമോ നമ, ദേവകുഞ്ചരി പാക നമോ നമ, അരുൾ താരായ്. നമ്മൾ ക്ഷേത്രത്തിൽ പുഷ്പാഞ്ജലികൾ നടത്തുന്ന സമയത്ത് മന്ത്രങ്ങൾ ചൊല്ലുമ്പോൾ നമോ നമ എന്നുള്ള മന്ത്രത്തോടു കൂടിയാണ് അവസാനിപ്പിക്കുന്നത്. അതുപോലെ തന്നെ അരുണഗിരിനാഥർ സ്വാമികൾ നാദവിന്ദുകലാദീ നമോ നമ എന്ന് തുടങ്ങുന്ന തിരുപ്പുകളിൽ നിന്ന് തുടങ്ങി ആവിനൻകുടി വാഴ്വാന ദേവർകൾ പെരുമാളെ എന്നുള്ള വരികളോടുകൂടിയാണ് അവസാനിപ്പിക്കുന്നത്. ഈ വരികളുടെ ഇടയിൽ വരുന്നതാണ് ദീപമംഗള ജ്യോതി നമോ നമ എന്ന് തുടങ്ങുന്ന ആ 4 വരി. നമ്മൾ ഈ 4 വരികളും എപ്പോഴെല്ലാം പ്രാർത്ഥിക്കുന്നുവോ അപ്പോഴെല്ലാം നമ്മൾ ഭഗവാനെ പൂക്കൾ കൊണ്ടാണെങ്കിലും അല്ല നമുക്ക് എന്തുകൊണ്ടാണോ ഭഗവാനെ അർച്ചന ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത്, കണ്ണീര് കൊണ്ടാണെങ്കിലും എന്താണെങ്കിലും നമ്മൾ ആ ഒരു അർച്ചന ചെയ്ത പ്രതീതിയാണ് നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരുന്നത് എന്നാണ് പറയുന്നത്. എപ്പോഴെല്ലാം നിങ്ങൾ വീട്ടിൽ ദീപം തെളിയിക്കുന്നുവോ അപ്പോഴെല്ലാം നമുക്ക് ഈ മന്ത്രം ചൊല്ലാവുന്നതാണ്. എപ്പോഴെല്ലാം നമ്മൾ കർപ്പൂര ആരതി കാണിക്കുന്നുവോ, നെയ്ദീപ ആരതി കാണിക്കുന്നുവോ അല്ലെങ്കിൽ ക്ഷേത്ര ദർശനം നടത്തുന്നുവോ ആ സമയത്തെല്ലാം നമുക്ക് ഈ ഒരു മന്ത്രം 11 തവണ നിത്യവും ചൊല്ലാവുന്നതാണ്. എങ്ങനെ നമുക്ക് ഉറുവായി അറുവായി ഉളതായി ഇലതായി മറുവായി മലരായി മണിയായി ഒളിയായി കറുവായി ഉയിരായി ഗതിയായി വിധിയായി ഗുരുവായി വരുവായി അരുൾവായി ഗുഹനെ എന്ന് തുടങ്ങുന്ന മന്ത്രം 6 തവണ ചൊല്ലിയാൽ നമുക്ക് കോടാനുകോടി ഫലം ലഭിക്കുന്നുവോ അതേപോലെ തന്നെ ദീപമംഗള ജ്യോതി നമോ നമ എന്ന് തുടങ്ങുന്ന ഈ മന്ത്രം 11 തവണ നിത്യവും ചൊല്ലിയാൽ നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം ഭഗവാൻ നിറവേറ്റിത്തരും. നിങ്ങൾ എന്താഗ്രഹിച്ചുകൊണ്ടാണോ അല്ലെങ്കിൽ ഒന്നും ആഗ്രഹിച്ചിട്ടില്ല എങ്കിലും കൂടി നിങ്ങളുടെ ജീവിതത്തിലെ ഉയർച്ചയെ ഭഗവാൻ കൊണ്ടെത്തിക്കും. നമ്മുടെ ജീവിതം തന്നെ മാറി മറിയും. സുബ്രഹ്മണ്യ സ്വാമിയെ വഴിപാട് ചെയ്യുന്നവർക്ക് കഷ്ടപ്പാടുകൾ ഉണ്ടാവില്ല, ദുഃഖങ്ങൾ ഉണ്ടാവില്ല, ദുരിതങ്ങൾ ഉണ്ടാവില്ല. എല്ലാ വേദനകളിൽ നിന്നും ഭഗവാൻ മോചനം തരുന്നതായിരിക്കും. നിങ്ങൾ ആദ്യം ഒരു കാര്യം തീരുമാനിക്കുക. ഈ മന്ത്രം നിങ്ങൾ എപ്പോൾ ചൊല്ലിത്തുടങ്ങുന്നുവോ അതിനുശേഷം നിങ്ങൾക്ക് മയിലിൻ്റെ ശബ്ദം ഇടയ്ക്കിടെ കേൾക്കുവാൻ സാധിക്കും, മയിലിനെ കാണുവാൻ സാധിക്കും. നമ്മൾ വാഹനങ്ങളിൽ പോകുന്ന സമയത്ത് വേലിൻ്റെ ചിത്രം കാണുവാൻ സാധിക്കും. അല്ലെങ്കിൽ യാമിരുക്ക് ഭയമേൻ എന്നുള്ള ആ ഒരു തിരുവാക്ക് കാണുവാൻ സാധിക്കും. അല്ലെങ്കിൽ 6 മുഖം അരുളിടും അനുദിനമും 7 മുഖം എന്നുള്ള മന്ത്രം നമുക്ക് കാണുവാൻ സാധിക്കും. ഇങ്ങനെ മുരുക ഭഗവാനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ കണ്ണുകളിൽ പെടുകയാണെങ്കിൽ ഉറപ്പിച്ചോളൂ നിങ്ങളോടൊപ്പം ഭഗവാൻ ഉണ്ട് എന്നുള്ള കാര്യം. അതിൽ യാതൊരു വിധത്തിലുള്ള സംശയവും വേണ്ട. മനസ്സ് വിഷമിക്കുന്ന സമയത്ത് നമുക്ക് ഏതെങ്കിലും ഒരു രൂപത്തിൽ ഭഗവാന്റെ ഈ ചിഹ്നങ്ങളിൽ ഏതെങ്കിലും ഒന്ന് കാണിച്ചു തരും, അല്ലെങ്കിൽ ഈ മന്ത്രവാക്കുകൾ ഏതെങ്കിലും ഒന്ന് കാണിച്ചു തരും, അല്ലെങ്കിൽ എവിടെയെങ്കിലും ദൂരെ നിന്നൊരു മയിലിൻ്റെ ശബ്ദം നമുക്ക് കേൾക്കുവാൻ സാധിക്കും. ഇതെല്ലാം മുരുക ഭഗവാൻ നമുക്ക് തരുന്ന ഒരു അനുഗ്രഹമാണ്. ഇനി അഥവാ നമുക്ക് ഈ മന്ത്രം ചൊല്ലാൻ സാധിച്ചില്ല എങ്കിലും കൂടി ഞാൻ എപ്പോഴും നമ്മുടെ മുരുക ഭഗവാനെ കുറിച്ചുള്ള വീഡിയോകളിൽ പറയുന്ന ഒരു കാര്യമാണ്, മനസ്സുരുകി മുരുക എന്ന് നിങ്ങൾ വിളിച്ചാൽ മതി, ഓടോടി വരും നമ്മുടെ സുബ്രഹ്മണ്യ സ്വാമി എന്നുള്ള കാര്യം. കാരണം 6 മുഖൻ എവിടെയുണ്ടോ അവിടെ ആർക്കും വേദനകളില്ല, കഷ്ടപ്പാടുകളില്ല, ദുഃഖങ്ങളില്ല, ദുരിതങ്ങളില്ല, സങ്കടങ്ങളില്ല. മുരുക ഭഗവാനെ മുറുകെ പിടിച്ചോളൂ. ഒരിക്കലും നമ്മളെ ഭഗവാൻ കൈവിടുകയുമില്ല. എല്ലാ പ്രശ്നങ്ങളും ഭഗവാൻ നോക്കിക്കോളും. നമുക്ക് ഇനി വേറെ ഏതൊരു സങ്കടവും വേണ്ട. നമ്മുടെ ബുദ്ധിമുട്ടുകൾ, ദുഃഖങ്ങൾ എല്ലാം തന്നെ ഭഗവാൻ നോക്കിക്കൊള്ളും. നിങ്ങൾ സമയം കിട്ടുമ്പോഴെല്ലാം മുരുക എന്നോ ഓം ശരവണ ഭവ എന്നോ നമുക്ക് ചൊല്ലിക്കൊണ്ടിരിക്കാവുന്നതാണ്. ഇനി അതുമല്ലെങ്കിൽ കന്ത, കടമ്പ, കതിർവേല, ജ്ഞാനപണ്ഡിത, ആറുമുഖനെ, അപ്പനെ, മുരുക എന്നെല്ലാം എന്ത് പേര് വെച്ച് വിളിച്ചാലും മുരുക ഭഗവാൻ അത് കേൾക്കും. വിശ്വാസത്തോടു കൂടിയുള്ള പ്രാർത്ഥനകൾ മാത്രമാണ് നമുക്ക് വേണ്ടത്. നിത്യവും സുബ്രഹ്മണ്യ സ്വാമിയോട് നമ്മൾ സംസാരിക്കുക. നിത്യവും രാവിലെ എഴുന്നേറ്റ ഉടൻ തന്നെ ജസ്റ്റ് ഒന്ന് പോയി കാണുക. നമ്മുടെ വീട്ടിലെ പൂജാമുറിയിലെ പടം നോക്കി ഒന്ന് ചിരിക്കുകയോ സംസാരിക്കുകയോ അല്ലെങ്കിൽ ഒരു ഗുഡ് മോർണിംഗ് പറയുകയോ എല്ലാം ചെയ്യുമ്പോൾ നമുക്കും ഭഗവാനും ഇടയിലുള്ള ആ ഒരു ദൂരം കുറഞ്ഞു പോകുന്നത് നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കും.
നമ്മുടെ കൂടെയുള്ള ഒരാളായിട്ട് നമുക്ക് തോന്നും. കാരണം നമുക്ക് അത്രമാത്രം അടുപ്പമാണ് ഭഗവാനോട്. ഭഗവാൻ നമ്മളെ ചേർത്ത് പിടിക്കുന്നതിൻ്റെ ഏറ്റവും വലിയൊരു സൂചനയാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. നിങ്ങൾ വെറുതെ ഒന്ന് ചെയ്തു നോക്കൂ, തീർച്ചയായും ഫലം ലഭിക്കും. സുബ്രഹ്മണ്യ സ്വാമിയെ പ്രാർത്ഥിക്കുക, നമ്മുടെ കഷ്ടപ്പാടുകളിൽ നിന്നെല്ലാം മോചനം നേടും. എന്ത് ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള ദീപങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് അറിയണമെങ്കിലും നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സുകളിലൂടെ കമൻറ്റ് ചെയ്യുക. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തിരുപ്പുകൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് കമൻറ്റ് ചെയ്യുക. ഞാൻ അതിനെക്കുറിച്ചുള്ള വീഡിയോകളെല്ലാം ഇട്ടിട്ടുണ്ട്. ഇനി വേണമെന്നുണ്ടെങ്കിലും ഞാൻ അതിനെക്കുറിച്ചെല്ലാം പറയാം. അതുപോലെ ശസ്ത്രബന്ധത്തെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ട്, അതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. പിന്നെ മയൂരബന്ധത്തെക്കുറിച്ച് ചോദിക്കുന്നുണ്ട്, ഞാൻ അതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ഉടൻ തന്നെ ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള സുബ്രഹ്മണ്യ സ്വാമിയുടെ മന്ത്രജപങ്ങൾ, തിരുപ്പുകഴുകൾ, അതുപോലെ തന്നെ വഴിപാടുകൾ, ക്ഷേത്ര ദർശനങ്ങൾ എന്നിവയെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും മറക്കരുത്. നന്ദി, നമസ്കാരം. ഓം നമോ നാരായണ. ഓം നമോ വെങ്കിടേശായ നമഃ.